ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. മാതാവേ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലഭിഷേമ ചിന്ത, പ്രാതാവേ പോലെ ഏന്തും മിതു ഹൃദി സകജ സ്നേഹവും മോഹമെന്നീ, വേദത്തെ പോലെ ഓതും അറിവ് നൃപതിയെ പോലെ പാലിച്ചിടും, ഇന്നേതല്ലോർത്താലെനിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. ഓം ഹേ ശാരദേ സകല ഭക്തജനാനുകൂലി, നാഗാധിപാദി വിബുധാർച്ചിത പാദപദ്മേ, ലോകേശരമ്യ മുഖപങ്കജ നിത്യവാസേ, ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 118 ഭാഗം അവതരണം. ഒരു പേരിടിയിൽ. ഒരിക്കൽ ഗുരുദേവൻ അരുവിപ്പുറത്തിനടുത്തുള്ള അരുമാനൂരിലെ കാവിഴിഞ്ഞിയിൽ എന്ന വീട്ടിൽ ഇരിക്കുകയായിരുന്നു. കരിങ്കുളത്തെ അടുമ്പിൽ വീട്ടിൽ കുമാരവുമായി ബന്ധമുള്ള ഗോവിന്ദൻ മുതലാളിയും കുടുംബവുമായിരുന്നു അവിടുത്തെ താമസക്കാർ. ഗുരുദേവൻ ആ ഭവനത്തിൽ എത്തിച്ചേർന്ന വൃത്താന്തം ഞൊടിയിടയിൽ അരുമാനൂരിലാകെ പരന്നിരുന്നു. അങ്ങനെ ആ വാർത്ത അടുമ്പിൽ വീട്ടിലുമെത്തി. അവിടുത്തെ ഒരു ഇളമുറക്കാരൻ ഗുരുദേവനെ കൊണ്ട് അയാളുടെ കുഞ്ഞിന് പേരിടിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ആ വാർത്ത കേട്ടതോടെ കുട്ടിയെയും എടുത്തുകൊണ്ട് ശീഘ്രം കാവിഴിഞ്ഞിയിൽ വീട്ടിലെത്തി. അപ്പോഴേക്കും അവിടെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഗുരുദേവൻ ആ ഭവനത്തിന്റെ പൂമുഖത്തുള്ള ഒരു ചാരുകസേരയിലാണ് ഇരുന്നിരുന്നത്. വന്നുകൂടിയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ വരിവരിയായി നടന്നു ചെന്ന് തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചും കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചും ഗുരുഭക്തിയോട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തൻ്റെ കുട്ടിക്ക് പേരിടിയിൽ നടത്തണമെന്ന ആഗ്രഹം ഗുരുദേവന് മുന്നിൽ ഉണർത്തിക്കുവാൻ ആ ഗൃഹസ്ഥന് വലിയ സങ്കോചമുണ്ടായി. മറ്റുള്ളവർക്കൊപ്പം ഗുരുദേവനടുത്ത് ചെല്ലുന്നതിനുള്ള വരിയിൽ അയാൾ കുട്ടിയെയും തോളത്തെടുത്തു വെച്ചുകൊണ്ട് ഏറെ നേരം നിന്നു. ഗുരുവിനെ നമസ്കരിക്കുന്നതിനുള്ള ഊഴമെത്തിയപ്പോൾ അയാൾ ഒരു വെള്ളിരൂപ എടുത്ത് ഒരിലയിൽ വെച്ച് ഭക്തി പുരസരം അത് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു നമസ്കരിച്ചു. അതിനുശേഷം കുട്ടിയെ കൊണ്ടും നമസ്കരിപ്പിച്ചു. അത് കണ്ടിട്ട് ഗുരുദേവൻ അയാളുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ ഇളം കരങ്ങളിൽ തലോടി.
എന്നിട്ട് വാസുദേവൻ എന്ന് വിളിച്ചു. തന്റെ ആഗ്രഹം പറയാതെ തന്നെ ഗുരുദേവൻ സഫലമാക്കിയതിൽ ആ ഗൃഹസ്ഥൻ അതിശയപ്പെട്ടു. അതിനുശേഷം ഗുരുദേവന്റെ ഒരു ചിത്രം അടുമ്പിൽ വീട്ടിലെ പൂജാമുറിയിൽ സ്ഥിരമായി വെച്ച് ആ കുടുംബക്കാർ പൂജിച്ചും പ്രാർത്ഥിച്ചും വന്നു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം ഒരു പേരിടിയിൽ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.